الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر
وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. അവിടെ 3 സ്ഥലത്ത് 4 കതിർ മുതൽ 6 കതിർ വരെ നീട്ടാനുണ്ട്. ആ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാണ്. ഒന്ന് ഇന്ന. അതിൻ്റെയൊക്കെ പ്രത്യേകത അവിടെയൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അലിഫിൻ്റെ ശേഷം അല്ലെങ്കിൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുണ്ടാവും. മദ്ദിൻ്റെ അക്ഷരം എന്ന് പറയുന്നത് അലിഫ്, പിന്നെ അലിഫ്, വാവ്, യാ, ഇതാണല്ലോ മദ്ദിൻ്റെ അക്ഷരം എന്ന് പറയുന്നത് അല്ലേ. അലിഫ്, വാവ്, യാ, ഈ അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ എന്ത് ചെയ്യണം? 4 മുതൽ, നമ്മൾ പഠിച്ചതാണ്, 4 മുതൽ 6 കതിർ വരെ നീട്ടണം എന്നാ. അപ്പോൾ അത് വന്ന സ്ഥലം ഒന്ന് ഇന്ന. ഇന്ന ഒരു അലിഫില്ലേ, അതിൻ്റെ ശേഷം ഹംസ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഓതണം? അവിടെ ഇന്ന നീട്ടണം. ഇന്ന. പിന്നെ നീട്ടാനുള്ളത് വമ അദ്റാക്ക. വമ അദ്റാക്ക അവിടെയും നീട്ടണം. പിന്നെ തനസ്സലുൽ മലായിക്കത്തു, ഈ 3 സ്ഥലത്തും 4 മുതൽ 6 കതിർ വരെ നീട്ടിക്കൊള്ളണം. കാരണം എന്താ വെച്ചാൽ ഈ 3 അക്ഷരങ്ങളിൽ അലിഫ്, വാവ്, യാ, ഇതിലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വരിക, അതിൻ്റെ ശേഷം ഹംസയും വരിക. ഇന്ന എന്നുള്ളിടത്ത് അലിഫിൻ്റെ ശേഷം ഹംസ വന്നിട്ടുണ്ട്. വമാദ്രാക്ക എന്നുള്ളിടത്തും അലിഫിൻ്റെ ശേഷം ഹംസ വന്നിട്ടുണ്ട്. തനസ്സലുൽ മലായിക്കത്തു എന്നുള്ളിടത്തും മല എന്നുള്ള അലിഫിൻ്റെ ശേഷം ഹംസ വന്നിട്ടുണ്ട്. അപ്പം 3 സ്ഥലത്തും 4 മുതൽ 6 കതിർ വരെ നീട്ടണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഖൈറുൻ, അവിടെ എന്ത് ചെയ്യണം? ആ തൻവീനിനെ മീമിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഖൈറുൻ എന്ന് പറയുമ്പോൾ ഒരു തൻവീനില്ലേ, ഇങ്ങനെ 2 കൊക്കല്ലേ, ആണ് തൻവീൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താ? മീമാണ്. മീമാണ്. അപ്പോൾ ഈ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് പറയണം. അപ്പോൾ എങ്ങനെ ഓതണം? ഖൈറും മിൻ. ഖൈറും, ആ ഖൈറും എന്നുള്ള 2 പ്രാവശ്യമെങ്കിലും തരിമൂക്ക് തരിപ്പിക്കണമെന്നാണ്. അപ്പോൾ ഓതേണ്ടത് ഖൈറും മിൻ. ഖൈറും മിൻ. മിൻ എന്നുള്ളത് എന്ത് വ്യക്തമാക്കിയാൽ മതി, അവിടെ മണിക്കാൻ പോണ്ട. എന്തുകൊണ്ടാണ്? അതിൻ്റെ ശേഷം അലിഫാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ ഓതണം? ഖൈറും മിൻ അൽഫി ഷഹർ. ഖൈറും മിൻ അൽഫി ഷഹർ. അതൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. പിന്നുള്ളത് മിൻ കുല്ലി അമ്ര. അവിടെ നൂന് വന്ന് കാണാം അല്ലേ. ആ നൂനിൻ്റെ ശേഷം വരുന്നത് കാഫാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? യഫ്ഫാ ചെയ്യണം. മിൻ കുല്ലി അമ്ര. മിൻ കുല്ലി അമ്ര. പിന്നെ സലാമുൻ എന്നുള്ളിടത്തും തൻവീൻ വന്ന് കാണാം. സലാമുൻ. ഇതേപോലെ തൻവീൻ അവിടെയും കാണാം, ദമ്മ് തൻവീൻ. അവിടെ എന്ത് ചെയ്യണം? അവിടെ വെളിവാക്കിയാൽ മതി. കാരണം അതിൻ്റെ ശേഷം വരുന്ന ഹ എന്നുള്ള അക്ഷരമാണ്. അപ്പോൾ സലാമുൻ ഹിയ. സലാമുൻ ഹിയ എന്ന് പറഞ്ഞാൽ മതി. എന്നാ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മത്തു എന്ന് തന്നെ പറയണം, മത്ലഇ എന്ന് പറയരുത് എന്നാ. അപ്പോൾ മത്ലഇൽ ഫജ്ർ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാനുള്ളത് ഇന്ന നീട്ടണം. എങ്ങനെ ഓതണം? ഇന്ന അൻസൽനാഹു. അൻ എന്നുള്ള നൂനിനെ എന്ത് ചെയ്യണം? യഖ്ഫാ ചെയ്യണം. അപ്പോൾ 2 കാര്യമാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇന്ന അൻസൽനാഹു. പിന്നെ ഫീ ലൈലത്തുൽ ഖദർ. ഫീ ലൈലത്തുൽ ഖദർ. പിന്നെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. പിന്നെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അവിടെ ഖൈറും മിൻ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ഓതണം? ഖൈറും മിൻ അൽഫി ഷഹർ. പിന്നെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. അവിടെ ബിഇദ്നി റ ഉച്ചരിക്കുമ്പോൾ തഫീമായിട്ട് ഉച്ചരിക്കണം. റബ്ബിഹിം. ആ മീമിന് എന്ത് ചെയ്യണം? റബ്ബിഹിം. റബ്ബിഹിം കഴിഞ്ഞിട്ടൊരു പിന്നെ നഗ്നമായ നൂനില്ലേ, പിന്നെ ഒരു ഹർക്കത്തുള്ള നൂനുണ്ട്.
അപ്പോൾ എങ്ങനെ എഴുതണം? മിൻ എന്ന് പറഞ്ഞ നൂനും ഇല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ സാക്കിനായ നൂനിനെ ഇതിലേക്ക് ഇങ്ങോട്ട് ഇദ്ഗാം ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതണം? റബ്ബിഹിം മിൻ, റബ്ബിഹിം മിൻ, പിന്നെ മിൻ കുല്ലി അംർ, പിന്നെ സലാമുൻ അവിടെ ഇദ്ഹാർ ചെയ്യണം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. എന്തെങ്കിലും തജ്വീദ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വേഗം പോയത് കേട്ടോ. 1-2 ക്ലാസ് നമ്മൾ ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അതിൻ്റെ അർത്ഥം ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ഖദ്റിൻ്റെ രാവിലാണ്, നിർണയത്തിൻ്റെ രാവിലാണ്. അതെന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വമാ അദ്റാകമാ ലൈലത്തുൽ ഖദ്ർ, ഖദ്റിൻ്റെ രാവ്, ലൈലത്തുൽ ഖദ്ർ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, ഖദ്റിൻ്റെ രാവ് എന്ന് പറയുന്നത് 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. തനസ്സലുൽ മലായിക്കത്തു, മലക്കുകൾ ഇറങ്ങി വരും, വർറൂഹ്, ജിബ്രീലും ആത്മാവും, ഫീഹ, ആ രാവിൽ, ബിഇദ്നി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം, മിൻ കുല്ലി അംർ, എല്ലാ കാര്യങ്ങളിൽ നിന്നുള്ള ഓർഡറുമായി ആ മലക്കുകൾ ഇറങ്ങി വരും. സലാമുൻ, സലാമുൻ ഹിയ, ആ രാവ് സമാധാനമാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം ഉദിക്കുന്നത് വരെ ആ രാവ് സമാധാനമുള്ളതാണ്. ഇതിൽ നമ്മൾ എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വമാ അദ്റാക വമാ യുദ്രീക എന്നൊക്കെ പറഞ്ഞതിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഇനിയുള്ള 4 ആയത്തും ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേകതകൾ വിളിച്ചോതുന്നതാണ്. എന്തൊക്കെ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേകത? എന്താ ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്? ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ പേര് വരാൻ കാരണം? ആ സൂറത്തിന് തന്നെ ഖുർആനിൽ പേര് കൊടുത്തത് എന്താ? ഖദ്ർ, സൂറത്തുൽ ഖദ്ർ എന്ന. ആ പേരെന്നെ വരാനുള്ള കാരണം ആ സൂറത്തിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയുമാണ് ആ പേര് തന്നെ കാണിക്കണമെന്നാണ്. ഖദ്ർ എന്ന് പറഞ്ഞാൽ നിർണയിക്കുക, നിർണയത്തിൻ്റെ രാവ് എന്നതാണ് പദത്തിൻ്റെ അർത്ഥം. അപ്പം അതിന് പ്രത്യേകത ഉണ്ട് എന്ന് ആ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇതിൻ്റെ പ്രത്യേകതയായി എന്തൊക്കെ പറഞ്ഞത്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാണാം. ഏതൊക്കെയാണ്? ഒന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഉണ്ടായത് ഏതിലാണ്? ലൈലത്തുൽ ഖദ്റിലാണ്. രണ്ടാമത്, ആ ലൈലത്തുൽ ഖദ്റിൽ പിന്നെ ചെയ്യുന്ന ഒരു ആരാധനാകർമ്മം അത് 1000 മാസങ്ങൾ, 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഏകദേശം ഒരു മനുഷ്യൻ 83 വർഷം അതിലപ്പുറം പിന്നെ ആരാധിക്കുന്നതിനേക്കാൾ, ഒരു കർമ്മം ചെയ്യുന്നതിനേക്കാൾ കൂടുതലുണ്ടാവും 1000 മാസം എന്ന് പറയുന്നത്, അല്ലേ? ഒരു ആയുസ് കാലം തന്നെ. അപ്പോൾ അതിനേക്കാൾ 1000 വർഷം ഒരാൾ പിന്നെ അമല് ചെയ്താൽ, വർക്ക് ചെയ്താൽ, ആരാധന ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിനേക്കാൾ പുണ്യം ആ രാവ് കൊണ്ട് മാത്രം ലഭിക്കും എന്നതും അതിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തത്, മലക്കുകൾ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ ആ രാത്രിയിൽ ഇറങ്ങി വരും എന്നുള്ളതാണ്. നാലാമത്തത്, ആ രാത്രി മുഴുക്കെ സമാധാനമാണ് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റിയാണ് ഈ വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ അതിൻ്റെ മഹത്വങ്ങളാണ്. ഇനി നിങ്ങൾ തിരിച്ചു വരാം. ലൈലത്തുൽ ഖദ്ർ എന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, നിർണയത്തിൻ്റെ രാത്രി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഖദ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് പോകണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഖുൽതു യാ റസൂലല്ലാഹ്, തിരുദൂതരെ, അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദ്ർ,
ലൈലത്തുൽ ഖദർ ഏത് രാവിനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, അറിഞ്ഞാൽ, മ അക്കുലു ഫിഹ, ഞാൻ എന്താണ് ആ രാവിലെ പറയേണ്ടത്? ഖാല, നബി കരീം പറഞ്ഞു, കൂലി ആയിഷ, നീ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് പറയണം, പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? അന്ന് ഏറ്റവും കൂടുതൽ ഏത് പറയുന്നത്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മറ്റൊരു റിവായത്തുള്ളത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. രണ്ട് റിവായത്തും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കണ ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിമിന് ആ ലൈലത്തുൽ ഖദർ ആണ ദിവസം അവൻ്റെ മനസ്സിൽ അല്ലാഹു തആല അന്ന് ലൈലത്തുൽ ഖദറാണ് എന്നൊരു ബോധം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്നത് ആ ഒരു വിശ്വാസിക്ക് ഒരു ബോധം ഉണ്ടാകും. ആ ബോധം ഉണ്ടാകുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥനയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലൈലത്തുൽ ഖദറിൻ്റെ ഏത് രാവിലാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്? റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ്. ഇന്ന ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? നിർണയിച്ച് പറഞ്ഞിട്ടില്ല. ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ റമദാനിൻ്റെ അവസാനത്തെ 10കളിൽ. എന്താ തെളിവ്? ആയിഷ ബീവി തന്നെ പറയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ല പറയുന്നത് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തിരുമേനി പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ ബിത്രി മിനൽ അശ്രിൽ അവാഹിർ. റമദാനിൻ്റെ അവസാനത്തെ 10ലുള്ള ഒറ്റപ്പെട്ട രാവിൽ ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന രാവാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽതമിസുഹ ഫിൽ അശ്രിൽ അവാഹിർ. റമദാനിൻ്റെ അവസാനത്തെ 10 നിങ്ങളതിനെ പ്രതീക്ഷിക്കുക. മിൻ റമദാൻ. എന്നിട്ട് പറയാൻ, ഫി താസിയത്തിൻ തബ്ക ഫി ഖാമിസത്തിൻ തബ്ക ഫി ഖാമിസത്തിൻ സാബിഅത്തിൻ തബ്ക. ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട രാവിലാണ് 21, 23, 25, 27, 29. പിന്നെ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ ഒരാൾക്ക് ആ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് പിന്നെ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ 27 ആ രാവിന് നിങ്ങളത് പിന്നെ നഷ്ടപ്പെടുത്തരുത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് പിടിച്ചിട്ടാണ് 27 ആ ലൈലത്തുൽ ഖദർ ഉണ്ടാകുക എന്ന് ചില ആളുകൾ പറയുന്നത്. പക്ഷേ വ്യക്തമായ തെളിവില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന ദിവസം എന്ന് നിർണയിച്ച് പറയാതെ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇന്ന ദിവസം എന്ന് അള്ളാഹു എന്തുകൊണ്ട് പ്രത്യേകമായി അറിയിച്ചില്ല? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു, നബി തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറന്നുപോയി. എന്തേ അങ്ങനെ അള്ളാഹു തആല മറപ്പിക്കാനുള്ള കാരണം? കാരണം ലൈലത്തുൽ ഖദർ ഇന്ന രാവിലെ മാത്രമാണെന്ന് പറഞ്ഞാൽ ആ രാവിന് മാത്രം ആളുകൾ എന്ത് ചെയ്യും? അവിടെ ഒരുമിച്ച് കൂടും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എന്തുണ്ടാവും? അലസത ഉണ്ടാവും. ചിലപ്പം നമസ്കരിക്കാതെ പോകും. അപ്പോൾ റമദാനിൻ്റെ എല്ലാ രാവുകളിലും നിങ്ങൾ ഇബാദത്തിൽ മുഴുകണം. അതിലൊരു രാവിലാണ്, അവസാനത്തെ 10 രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ അവസാനത്തെ എല്ലാ ദിവസങ്ങളിലും എന്ത് ചെയ്യും? ആ ആരാധനയിൽ മുഴുകാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പ്രത്യേകം എടുത്തു പറയാതെ പോയത് എന്നുള്ളതാണ്. പിന്നെ ലൈലത്തുൽ ഖദർ ഇപ്പോൾ കുവൈത്തിലൊരു സമയത്താവും, എന്നാലോ ഇന്ത്യയിൽ വേറെ സമയത്താവും, അമേരിക്കയിൽ വേറെ സമയത്താവും. ഇങ്ങനെ വരൂലേ? കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ പിന്നെ ലൈലത്തുൽ ഖദർ ആവുമ്പോഴല്ല അവിടെ ലൈലത്തുൽ ഖദർ ആവുക, അല്ലേ? നമ്മുടെ നാട്ടിലാവുമ്പോഴല്ല ഇവിടെ ആവുക. അപ്പോൾ വ്യത്യസ്തമായ സമയങ്ങളിൽ ഈ ലൈലത്തുൽ ഖദർ ഉണ്ടാവുമോ എന്നത് പണ്ഡിതന്മാർ ഉത്തരം പറഞ്ഞത്, ഓരോ രാജ്യത്തും അതത് പിന്നെ രാജ്യത്ത് എപ്പോഴാണോ ആ ലൈലത്തുൽ ഖദർ ആ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് എന്തുണ്ടാവും?
റമദാനിൽ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഉണ്ടാകും എന്നതാണ് അവരതിനെ സംബന്ധിച്ച് വിവരിക്കുന്നത്. പിന്നെ നോമ്പും ആരാധനയൊക്കെ വ്യത്യാസമുണ്ടല്ലോ അല്ലേ. നമ്മളിവിടെ നോമ്പ് വെക്കുമ്പോഴല്ലല്ലോ അമേരിക്കയിൽ നോമ്പ് വെക്കുന്നത്. വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ടാവും. അപ്പം പിന്നെ ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള അതിന് മാത്രമേ ഉള്ളൂ, അതല്ല എല്ലാ കാലഘട്ടത്തും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുമോ എന്നതിനെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത് അത് നിരന്തരമായിട്ടുണ്ടാവും, എല്ലാ വർഷത്തിലും ഉണ്ടാവും. എന്താ തെളിവ്? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച പദം ഏതാണ്? തനസ്സലുന. തനസ്സലു പറഞ്ഞാൽ എന്താ? ഇറങ്ങി വരുന്നു അല്ലേ. തനസ്സലു പറഞ്ഞാൽ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇറങ്ങി വരിക എന്നുള്ളത് നബിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, അതിങ്ങനെ മുളാരിയായ ഫീൽ ഉപയോഗിക്കുമ്പോൾ, പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അവിടെ അതിനൊരു കണ്ടിന്യൂസിൻ്റെ അർത്ഥം ഉണ്ടാകുന്ന. അപ്പോൾ ഇറങ്ങി വന്ന് കൊണ്ടേയിരിക്കുന്ന, ഒരു ദിവസം മാത്രമല്ല അല്ലേ, ഒരു വർഷത്തിലൊരു ദിവസം മാത്രമല്ല, എല്ലാ വർഷത്തിലും ലൈലത്തുൽ ഖദറിൽ എന്തുണ്ടാവും? മലക്കുകളും റൂഹും ഇറങ്ങി വരും എന്ന് ആ തനസ്സലു എന്ന പദപ്രയോഗത്തിൽ തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ എന്ത് ചെയ്യും? എല്ലാ വർഷവും ആവർത്തിക്കപ്പെടും എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നാണല്ലോ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആനിനെ ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഖുർആൻ നബിക്ക് എങ്ങനെ കിട്ടിയത്? 23 വർഷത്തിൽ അല്പാൽപ്പായിട്ടല്ലേ ആദ്യം ഇറങ്ങണത്. ഏതാ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ അല്ലേ. അങ്ങനെ അല്പാൽപ്പായിട്ടാണ് ആദ്യത്തെ 5 വചനം അതാണ്. എന്നാൽ ഒക്കെ ഒറ്റയടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്ന് കൊടുത്തണോ? ഇല്ല. അപ്പോൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് എന്താ? ലൈലത്തുൽ ഖദറിൻ്റെ അന്നാണ് നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒന്നുക്കൽ അള്ളാഹുവിൻ്റെ സൂക്ഷിപ്പ് സ്ഥലമായ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങിയത് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലാണ്. രണ്ടാമത്തെ ഒന്ന് ആ 1-ാം ആകാശത്ത് നിന്ന് ആ പടിപടിയായി ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന അവതരിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് 23 വർഷം പിടിക്കേണ്ടി വന്നത് എന്നാണ് മുഫസ്സിറുകൾ അതിനെ സംബന്ധിച്ച് വിവരിക്കുന്നത്. അപ്പോൾ തുടക്കം അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള ആ ഇറക്കം മൊത്തത്തിലുണ്ടായത് ലൈലത്തുൽ ഖദറിലാണ്. അതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള ആ ഇറക്കമാണ് ഏത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. പിന്നെ ലൈലത്തുൽ ഖദറിലെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ലഭിക്കുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കും എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറയുന്നത്. ഇനി ഈ രാവിലെ നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം എന്താ? ഒന്ന് ഖിയാമുൽ ലൈൽ അല്ലേ. ഒന്നാമത്തെ എന്താണ്? നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. അതിന് പുറമെ സാധാരണ നമസ്കരിക്കുന്ന 5 നേരത്തെ നമസ്കാരത്തും അതേപോലെ അതിൻ്റെ നവാഫിലും സുന്നത്തും ഒക്കെ കഴിഞ്ഞിട്ട് പ്രത്യേകമായി നിർവഹിക്കാനുള്ളത് എന്താ? ഖിയാമുൽ ലൈൽ, തറാബീഹ്, തഹജ്ജുദ്, ഇതൊക്കെയാണ്. ഇതൊന്നും ഉണ്ട് കേട്ടോ, പക്ഷേ പേര് മാറ്റേണ്ടത് എന്നുള്ളൂ. അപ്പോൾ ഈ ഖിയാമുൽ ലൈലിനെ നമസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? ഖിയാമുൽ ലൈലിൻ്റെ നമസ്കാരത്തെ പറ്റി എന്താ പറഞ്ഞത്? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഈമാനിനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും പിന്നെ നോമ്പനുഷ്ഠിച്ചാൽ, ഒരു ഹദീസിലുള്ളത് എങ്ങനെയാണ്? മൻ സ്വാമ റമളാന, ഒരാൾ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു, ഈമാനൻ വഹ്തിസാബൻ, സത്യവിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ഒരു റിവായത്തിൽ അയാൾ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. രണ്ടാമത്തത് മൻ ഖാമ റമളാന, ഒരാൾ റമളാൻ മാസത്തിൽ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അയാളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. മറ്റൊരു ഹദീസിലുള്ളത് പിന്നെ 3 റിവായത്താണ് അതിൽ വന്നിട്ടുള്ളത്.
ഒരു ഹദീസും കൂടിയുണ്ട്. പിന്നെ കിട്ടുമ്പോൾ പറഞ്ഞാൽ കേട്ടോ. ഒന്ന് ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ, മറ്റൊന്ന് റമദാൻ മാസത്തിലെ ഖിയാമുൽ ലൈൽ, മറ്റൊന്ന് റമദാൻ മാസത്തിലെ നോമ്പ്. ഈ 3 കാര്യത്തെ പറ്റിയാണ് അവിടെ പ്രവാചകൻ വരും. ഈ പറയുന്നിടത്തൊക്കെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു പദമാണ് ഇത് ഈമാൻ വഹ്തിസാബൻ. അതാണ് അവിടെ അടിവരയിടേണ്ടത്. നോമ്പ് നോക്കാൻ പറഞ്ഞിടത്തും അള്ളാഹുത്താല പ്രത്യേകം, അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഈമാനൻ വഹ്തിസാബൻ. ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നിടത്തും പറഞ്ഞത് ഈമാനൻ വഹ്തിസാബൻ അല്ലേ. ലൈലത്തുൽ ഖദറിനെ ആ നമസ്കാരം നമസ്കരിക്കുമ്പോഴും ഈമാനൻ വഹ്തിസാബൻ. അപ്പോൾ എന്താ അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കണേ? എന്തേ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനും വഹ്തിസാബൻ എന്ന് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നിടത്തും നോമ്പനുഷ്ഠിക്കുന്നിടത്തും ഒക്കെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം നോമ്പാവുമ്പോൾ ജനങ്ങളൊക്കെ പള്ളിയിലോട്ട് പോകും അല്ലേ. എങ്ങനെ ഇപ്പം അടുത്തുള്ള കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും സ്നേഹിതന്മാരൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട് അല്ലേ, ഖിയാമുൽ ലൈൽ നമസ്കരിക്കാം. അപ്പം ഞാനും പോവാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഈമാനും വഹ്തിസാബൻ, സത്യവിശ്വാസത്തോടു കൂടിയും. അപ്പം സത്യവിശ്വാസം എന്ന് പറയുന്നത് എന്താ? ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് അവിടെ പഠിക്കാനുള്ള ഏറ്റവും ഈ നാളുകളിൽ എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിലെ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമ്പോഴും നോമ്പനുഷ്ഠിക്കുമ്പോഴും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും ഒക്കെ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി വിശ്വാസിയായിരിക്കണം നമ്മളെന്ന്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പം എന്താ? ഒരാൾ പറയാം ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസിയാവുമല്ലേ? ആവോ? ഇല്ല എന്നുള്ളതാ. ഒരാൾ വിശ്വാസി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താപ്പം നോമ്പനുഷ്ഠിച്ചാൽ കിട്ടാൻ പോകുന്നത് പാപമോചനം. ഒരാൾ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ പറഞ്ഞാൽ പാപമോചനവും സ്വർഗവും. അപ്പോൾ ഈ സ്വർഗം കിട്ടണമെങ്കിൽ, ഈ പാപമോചനം കിട്ടണമെങ്കിൽ അയാൾക്ക് ഒന്നാമത്തെ ക്വാളിറ്റി എന്ത് വേണം? വിശ്വാസം വേണം, ഈമാന് വേണം. അപ്പോൾ ഈമാന് എന്ന് പറയുമ്പോൾ ആ ഈമാൻ മാത്രം ഉണ്ടായാൽ മതി ഒരാൾക്ക്? പറ്റില്ല. ഈമാൻ മാത്രം പോരാ. ഈമാൻ എന്ന് പറയുന്നത് ആ വിശ്വാസം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാണണമെന്നാണ്. ഒരാൾക്ക് അല്ലാഹ് ഉണ്ട് എന്നൊക്കെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ നോമ്പുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, പക്ഷേ ആൾക്ക് വിശ്വാസമുണ്ട്. അയാളത് ചെയ്യണില്ലെങ്കിലോ അയാൾക്ക് ആ പാപമോചനം ലഭിക്കുമോ, സ്വർഗം ലഭിക്കുമോ? കിട്ടൂല എന്നുള്ളതാണ്. അപ്പം രണ്ടും വേണം, ഈമാനും വേണം, ഇഹ്തിസാബും വേണം. ഇനി ചിലപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ എൻ്റെ വാപ്പാരും വാപ്പപ്പന്മാരും എൻ്റെ കാക്കാരും എൻ്റെ നാട്ടുകാരും ഒക്കെ ആ നാട്ടിലൊരു പതിവാണ് റമദാൻ മാസത്തിലൊരു ഒഴുക്ക്, ആ ഒഴുക്കിനനുസരിച്ച് ഞാനും പോകുന്നു എന്ന രൂപത്തിലാണ് നമ്മൾ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചതെങ്കിലോ ആ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈമാനും വഹ്തിസാബൻ എന്നതിൽ പെടൂല. അപ്പം യഥാർത്ഥ വിശ്വാസത്തോടു കൂടിയും പ്രതിഫലേച്ഛയോടു കൂടിയുമാവണം നാം അത് പ്രവർത്തിക്കേണ്ടത്. എന്താ ഈ പ്രതിഫലേച്ഛ എന്ന് പറയുന്നത്? ഇതാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ടത്. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ അതിന് പ്രതിഫലം ആഗ്രഹിക്കുക എന്നതാണല്ലോ. അപ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും ആ പ്രവർത്തനത്തിന് ഇന്ന ഫലം ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നമസ്കരിച്ചാൽ അയാൾക്ക് കിട്ടാൻ പോകുന്നതിൻ്റെതാണ്. ഒരാൾ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ അയാൾക്ക് ഇന്ന പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതിയാൽ അയാൾക്ക് ഇന്ന പ്രതിഫലം കിട്ടും. ആ പ്രതിഫലമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ചെയ്യുന്ന പണിക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രീതി, അള്ളാഹുവിൻ്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അയാൾ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഇഹ്തിസാബിലുള്ളത്. ഒന്ന്, അള്ളാഹു പറഞ്ഞ ആ കൂലി ആഗ്രഹിക്കുക. അള്ളാഹു പറഞ്ഞ കൂലി എന്താ? സ്വർഗം. അള്ളാഹു പറഞ്ഞ നരകം, അതിനെ ഭയപ്പെടുകയും വേണം. അപ്പോൾ ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ഞാൻ അള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കാരണമാണ് എന്ത് നിസ്കരിച്ചത്? ഖിയാമുൽ ലൈൽ നിസ്കരിച്ചത്. അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് കാരണമാണ് ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോടുള്ള മഹബത്ത് മാത്രം കാരണമാണ് ഞാൻ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ അങ്ങനെ ചില ആളുകളുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അള്ളാഹുവിനോടുള്ള സ്നേഹം, മഹബത്ത്, ഹുബ്ബ്, അത് മാത്രം കാരണമാണ് ഞാൻ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യണത്. നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, മറ്റ് ആരാധന കർമ്മങ്ങളാവട്ടെ, ഖിയാമുൽ ലൈലാവട്ടെ ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള മഹബത്ത് മാത്രം കാരണമാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണോ എന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെയുള്ള ആളെപ്പറ്റി എന്ത് പറയൂല? വിശ്വാസി എന്ന് പറയില്ല. അയാൾ ജിന്ദീക്ക് എന്ന ഗണത്തിലാണ് പണ്ഡിതന്മാർ വേണ്ടത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, മഹബത്ത് മാത്രം പോരാ. രണ്ടാമത്തത്, ഒരു വിഭാഗം ആളുകൾ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം നിസ്കരിക്കുക. നരകത്ത് സ്വർഗം കിട്ടണോ കിട്ടണ്ടെന്നൊന്നും അയാൾക്ക് ആഗ്രഹമില്ല. മറിച്ച് അയാളുടെ ആഗ്രഹം എന്താണ്? നരകത്തിലുള്ള അമിതമായ ഭയം. അങ്ങനെ ഒരാൾ ഇബാദത്ത് ചെയ്താൽ, അത് നമസ്കാരമാവട്ടെ, ഖിയാമുൽ ലൈലാവട്ടെ, നോമ്പാവട്ടെ, മറ്റ് ആരാധനാ കർമ്മങ്ങളാവട്ടെ, അയാളെ എണ്ണുന്നത് ഖവാരിജി എന്ന വിഭാഗത്തിലാണ്. ഖവാരിജി എന്ന വിഭാഗത്തിലാണ്. മറ്റൊരു വിഭാഗം ആളുകളുണ്ട് മുസ്ലിം സമൂഹത്തിൽ തന്നെ, പിന്നെ അള്ളാനെ ആരാധിക്കും, പിന്നെ അള്ളാൻ്റെ സ്വർഗം മാത്രം കൊതിക്കുക. നരകത്തു നിന്നുള്ള മോചനം അയാൾക്ക് കൊതില്ല, അള്ളാഹിനോട് ഇഷ്ടമൊന്നുമില്ല. ആ സ്വർഗം കിട്ടണം, അള്ളാഹ് പറഞ്ഞാൽ സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ച് ആരാധിച്ചാൽ അവർ പെടുന്നത് മുർജിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതിലാണ്. അപ്പം നമ്മളെങ്ങനെ ആരാധിക്കണം അള്ളാഹുവിനോട്? അള്ളാഹുവിനെ മഹബത്ത് ചെയ്യണം. 2, അള്ളാഹു പറഞ്ഞ സ്വർഗം നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യണം. അള്ളാഹു പറഞ്ഞിട്ടുള്ള നരകത്തെ നമ്മൾ ഭയപ്പെടുകയും ചെയ്യണം. ഇങ്ങനെ ഒരാൾ ഇബാദത്ത് ചെയ്യുമ്പോഴേ എന്താവുള്ളൂ? വിശ്വാസിയാകുള്ളൂ. അതുകൊണ്ടാണ് ഈമാനൻ എന്ന് പറഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഇഹ്തിസാബൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അള്ളാഹിനോടുള്ള മഹബത്ത് വേണം. എങ്ങനെ മഹബത്ത് ഉണ്ടാവുക? ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ട് സ്നേഹം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവുക? നമ്മളിപ്പോൾ നമ്മളെ ഉറ്റവരെയും ഉടവരെയും മാതാപിതാക്കളെയും ഒക്കെ എങ്ങനെ സ്നേഹിക്കണത്? എങ്ങനെ? എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. ആ അറിയുമ്പോഴാണ് എന്ത് വരുന്നത്? യഥാർത്ഥ സ്നേഹം വരുന്നത്. എൻ്റെ ഫാദർ, എൻ്റെ ഉമ്മ, എൻ്റെ മാതാവ് ഇന്ന രൂപത്തിലുള്ളതാണ് എന്ന് ശരിക്കും ഞാൻ അറിയുമ്പോഴാണ് ആ മാതാവിനെയും പിതാവിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? ആ മാതാവിനും പിതാവിനും കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൽപ്പിക്കുന്നത് എൻ്റെ പിതാവ് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവാണ് എനിക്ക് ഈ കാണുന്ന മില്യൺ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ആ അള്ളാഹുവിൻ്റെ കാരുണ്യം മൂലമാണ് ഞാൻ ജീവിക്കുന്നത്. അള്ളാഹു എനിക്കതൊക്കെ ഫ്രീ ആയി നൽകിയതാണ് എന്ന് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ സൃഷ്ടാവായ അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാവും. അപ്പം റബ്ബിനെ പഠിക്കുമ്പോഴാണ്, റബ്ബിനെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അള്ളാഹിനെ പറ്റിയുള്ള മഹബത്ത് ഉണ്ടാവുക. പഠിക്കാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തെപ്പറ്റി ചിന്തിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് മഹബത്തുണ്ട് പറഞ്ഞാൽ ശരിയായോ? ഇല്ല. അള്ളാഹുവിനെ പറ്റി ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ്, ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാവുക? അള്ളാഹുവിനോടുള്ള മഹബത്ത്. അപ്പോൾ മഹബത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിനെ പറ്റിയുള്ള അറിവ് വേണം. ആ മഹബത്തോടു കൂടി അള്ളാഹുവിനെ ആരാധിക്കണം. 2, ആ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്വർഗം നരകം. സ്വർഗം നരകം നമ്മളെ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധി കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണോ? ഒരിക്കലും അല്ല, അല്ലേ? നമ്മളെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. തൊട്ട് മനസ്സിലാക്കാനും പറ്റൂല, അല്ലേ? മണത്ത് മനസ്സിലാക്കാനും പറ്റൂല. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് പിന്നെ എങ്ങനെ മനസ്സിലാവുക? എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് കോടാനുകോടി കാരുണ്യങ്ങൾ ചെയ്യുന്ന എൻ്റെ സൃഷ്ടാവായ അള്ളാഹു വഹി മുഖേന, പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ച കാര്യമാണ് നരകവും സ്വർഗവും. അപ്പം ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും ആ നരകശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടുമാണ് ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് എന്ന ശരിയായ ബോധം ഉണ്ടാകുമ്പോഴേ എന്തിൽ പെടുള്ളൂ? ഇഹ്തിസാബൻ. അപ്പം ഇഹ്തിസാബിന് 2 വശമുണ്ട്. ഒന്ന് റഹബൻ വറഹബ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ്. ഒരായത്തിൽ കാണാം, അവർ വയർജൂന റഹ്മത്തഹു,
അള്ളാഹുവിൻ്റെ കാരുണ്യം കാംക്ഷിച്ചുകൊണ്ടും വയഖാഫൂന അദാബഹു അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അപ്പോൾ റബ്ബിൻ്റെ കാരുണ്യമാകുന്ന സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും റബ്ബിൻ്റെ ശിക്ഷയാകുന്ന നരകത്തെ ഭയപ്പെട്ടുകൊണ്ടുമായിരിക്കണം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ മറ്റൊരായത്ത് കാണാം വയദഊനന റഗബൻ വറഹബ. രണ്ട് റഗബിൻ വ്യത്യാസമുണ്ട്. ഒന്ന് റഗബൻ, രണ്ടാമത്തത് റഹബൻ. അല്ലേ? റഹബൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗം ആഗ്രഹിക്കുക. റഹബൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടുകൊണ്ട്, നരകത്തെ ഭയപ്പെടുക. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും വേണം. ഏതൊക്കെയാണത്? ഒന്നാമതായി വിശ്വാസം വേണം, രണ്ടാമതായി ഇഹ്തിസാബ് വേണം. ഇഹ്തിസാബ് എന്ന് പറയുന്നത് പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? നരകത്തെ ഭയപ്പെടുകയും സ്വർഗത്തെ കാംക്ഷിക്കുകയും വേണം. അതോടൊപ്പം എന്ത് വേണം? അള്ളാഹുവിനെ പറ്റിയുള്ള മഹബത്തും വേണം. അപ്പോഴേ ഒരു ആരാധന യഥാർത്ഥ ആരാധന ആവുള്ളൂ. അത് അങ്ങനത്തെ ഒരാൾക്കാണ് എന്ത് പറയുക? യഥാർത്ഥ വിശ്വാസി. അപ്പം ഇത് എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറഞ്ഞത്? ഇത്തരം രംഗങ്ങളെപ്പറ്റി പ്രവാചകൻ്റെ ഹദീസിൽ ധാരാളം സ്ഥലത്ത് ഉണർത്തി കാണാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്നിടത്തെ പറ്റി പറഞ്ഞെടുത്ത് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. എന്താണ്? അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനിത്തബ ജനാദ. ഒരാൾ ജനാദയെ പിൻപറ്റിയാൽ, ജനാദത്തെ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ ജനാദയെ പിൻപറ്റി, എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ എന്താ? ഈമാനൻ വഹ്തിസാബൻ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈമാനൻ വഹ്തിസാബൻ. ഒരു മുസ്ലിമിൻ്റെ ജനാദയെ അതിൻ്റെ മറമാടാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ, അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഈമാനും വഹ്തിസാബുമാണ്. അങ്ങനെ ആയാൽ വക്കാന മാഹു ഹത്താ യുസല്ല അലൈഹി, അങ്ങനെ ആ മയ്യത്തിനെങ്ങനെ പിന്തുടർന്ന് ആ മയ്യത്തിനുള്ള നിസ്കാരമൊക്കെ കഴിഞ്ഞ് വയഫ്രാമിൻ ദഫനി, അതിൻ്റെ ദഫൻ ഒക്കെ കഴിഞ്ഞിട്ട് അയാൾ മടങ്ങിപ്പോന്നാൽ ഫഇന്നഹു യർജു മിനൽ അജ്രി ബിഖിറാത്തൈൻ, അയാൾക്ക് ലഭിക്കാൻ പോകുന്ന, ആ പിൻപറ്റിയ ആൾക്ക്, മയ്യത്തിൻ്റെ പിന്നാലെ പോയ ആൾക്ക് ലഭിക്കാൻ 2 കീറാത്ത് കൂലിയെന്നാണ്. ഒരു കീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് മലയോളം ഉണ്ടാവും. അങ്ങനെയുള്ള 2 കീറാത്ത് കൂലിയാണ് ഒരു ജനാദയുടെ പിൻപറ്റിയാൽ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ കുല്ലു കീറാത്ത് മിസ്ല ഉഹദ്, ഓരോ കീറാത്തും എന്ന് പറഞ്ഞാൽ ഉഹദ് മലയോളമാണ്. ഔ, ഇനി ഒരാൾ നമസ്കരിച്ചു, സുമറജ, ദഫൻ ചെയ്യാനൊന്നും കബറടക്കാനൊന്നുമില്ല, നിസ്കരിച്ച അയാളോട് പോന്നാൽ ഫഇന്നഹു യർജു ബിഖിറാത്തിൻ, അയാൾക്ക് കിട്ടാൻ പോകുന്നത് 1 കീറാത്ത്, ഒരു ഉഹദ് മലയോളം വരുന്ന അത്ര കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് വായിച്ചു. അവിടെ എന്തിനാ അപ്പം ഞാൻ ഈ ഹദീസ് കൊണ്ടുവന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിനെ പിന്തുടരുമ്പോൾ അവിടെ നമുക്കുണ്ടാവേണ്ട ബോധം ഈമാനും വഹ്തിസാബും ആയിരിക്കണം, സത്യവിശ്വാസവും ഇഹ്തിസാബും ആയിരിക്കണം. കാരണം എന്താ? നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരാൾ മരിച്ചാൽ എങ്ങനെ ഇപ്പം ഞാൻ പോവാതിരിക്കുക? എൻ്റെ അയലോക്കക്കാരനാണ് അല്ലേ, എങ്ങനെ ഇപ്പം ഞാൻ ഡ്യൂട്ടിയിൽ നിന്നിപ്പോൾ ഓഫാവാതെ ലീവ് എടുക്കാതെ നിൽക്കുക എന്ന് നമ്മളെ മൈൻഡിൽ വരൂലേ? അങ്ങനെയാണ് നമ്മൾ ആ മയ്യത്തിൻ്റെ പിന്നാലെ പോയെങ്കിൽ നമുക്ക് ഈ പറയുന്ന കീറാത്ത് കൂലി കിട്ടൂല. കാരണം എന്തില്ല? ഈമാനും വഹ്തിസാബും ഇല്ല. മനസ്സിലായോ? എന്നാൽ അല്ലെങ്കിൽ എൻ്റെ എളാപ്പയാണ്, മൂത്താപ്പയാണ്, എൻ്റെ ബന്ധപ്പെട്ടവരാണ്, എങ്ങനെ ഇപ്പം ഞാൻ പോവാതിരിക്കുക അല്ലേ? നാട്ടുകാരൊക്കെ പോകുന്നുണ്ട്, ഇപ്പം ഞാൻ മാത്രം ജോലിക്ക് പോവാ, ഞാനിങ്ങനെ ലീവ് എടുത്ത് പിന്നെ അതിന് പോവാതിരിക്കുക എന്ന ബോധമാണ് നമ്മളൊരു, അല്ലെങ്കിൽ വേഗമായിട്ട് പോയിട്ടിട്ട് വരിക അല്ലേ, ആളുകളൊന്നും പറയൂല എന്ന് വിചാരിച്ച് ചിലപ്പം നാട്ടുകാർക്കൊപ്പം നമ്മളും അങ്ങോട്ട് പോവും. യഥാർത്ഥത്തിൽ മയ്യത്തിനെ പിൻപറ്റുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ബോധം, അത് ഏത് മയ്യത്താവട്ടെ, കുടുംബക്കാരതാവട്ടെ, ഉറ്റവരുടേതാവട്ടെ, നാട്ടുകാരതാവട്ടെ, ആരുടേതാവട്ടെ, അറിയണവരാവട്ടെ, അറിയാത്തവരാവട്ടെ, മയ്യത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഒന്നാമത്തത് വിശ്വാസം, രണ്ടാമത്തത് എഹ്തിസാബ്. എഹ്തിസാബ് എന്ന് പ്രത്യേകം പറയാൻ കാരണം, ഈ മയ്യത്ത് നിസ്കരിക്കുന്നതിന് പടച്ചോൻ എനിക്ക് കൂലി തരും. ഞാൻ ആ മയ്യത്തിൻ്റെ പിന്നാലെ പോവുകയും അതിന് നിസ്കരിക്കുകയും ആ ഖബറടുക്കോളം ഞാൻ അവിടെ നിന്നാൽ 2 കീറാത്ത് കൂലി എനിക്ക് കിട്ടും എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ആ കൂലി ആഗ്രഹിക്കണം. അതാണ് റഗബൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തത്, ഇതുമൂലം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കും എന്ന ബോധം വേണം. ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നത് അള്ളാഹുവെ നിന്നിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടാണ്.
ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവേ ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, നിന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ അറിയുന്നത് മൂലം, ആ മഹബത്ത് മൂലമാണ് ഞാൻ ഈ നമസ്കാരം നമസ്കരിക്കുന്നത്, ഈ മയ്യത്തിൻ്റെ പിന്നാലെ കൂടുന്നത്, അതിൻ്റെ ദഫൻ ചെയ്യേണ്ടത്. അപ്പോൾ മനുഷ്യർക്ക് എപ്പോഴും പിന്നെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്. ആളുകളൊക്കെ ചെയ്യുമ്പം ഞാനും വേണ്ടി ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞാണ്, നമ്മളൊക്കെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ ചെലവിന് കൊടുക്കില്ല, നമ്മൾ ആശ്രിതർക്കൊക്കെ നമ്മൾ ചെലവിന് കൊടുക്കും, ഭാര്യയ്ക്കൊക്കെ നമ്മൾ ചെലവിന് കൊടുക്കും. എന്തിനാ കൊടുക്കണം? നമ്മളെ ആഗ്രഹം എന്താ? അത് നമ്മുടെ ഒരു പിന്നെ സാമൂഹികമായ ഒരു അവസ്ഥയല്ലേ എന്നൊക്കെ പറയാം നമ്മൾ, അല്ലേ? ഇവിടുത്തെ അവിശ്വാസിയും കൊടുക്കുന്നുണ്ട്, ക്രിസ്ത്യാനിയും കൊടുക്കുന്നുണ്ട്, ജൂതനും കൊടുത്ത്, ഇതര മതക്കാരും മുസ്ലിങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വലിയ പറവകൾ വരെ അതിൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനെങ്ങനെ കൊടുക്കാതിരിക്കും? അതല്ല ചിന്ത. അപ്പോൾ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിശ്വാസിയും ആശ്രിതർക്കും കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ പിന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെലവിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്കുണ്ടാവേണ്ട ചിന്ത എപ്പോഴും എന്താണ്? ഞാൻ ഈ ഭക്ഷണം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ, ചെലവിന് കൊടുക്കുമ്പോൾ ഈമാനൻ വഹ്തിസാബൻ, സത്യവിശ്വാസത്തോടു കൂടിയാണ്. അള്ളാഹുവെ എനിക്കിതിന് അള്ളാഹു കൂലി തരും. ഒരു ഭാര്യയുടെ പിന്നെ വായിൽ വെച്ച് കൊടുക്കുന്ന ചോറ്റുരുളക്ക് പോലും മഹത്തായ പ്രതിഫലമാണ് ഇസ്ലാം പഠിപ്പിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നത് വെറുതെ അല്ല, അള്ളാഹു അതിന് പ്രതിഫലം നൽകും. അതുമൂലം അള്ളാഹു എനിക്ക് സ്വർഗം നൽകും, അതുമൂലം അള്ളാഹു എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കും. ഈ ഒരു ബോധം, അതാണ് ഇഹ്തിസാബ്. ആ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ കുടുംബത്തിന് ചെലവഴിക്കുമ്പോഴും. അല്ല എൻ്റെ ബാധ്യതയാണെന്ന് പറഞ്ഞിട്ടല്ല, ആ ബാധ്യത അല്ല ഇവിടെ പ്രശ്നം, അല്ലേ? ആ ബാധ്യതയേക്കാൾ നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഈമാനൻ വഹ്തിസാബ് ഉണ്ടാവണം. ഏത് രംഗത്തും അങ്ങനെ തന്നെ. ഒരു സദക്ക കൊടുക്കുമ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത് എങ്ങനെ ഇപ്പം ഞാൻ കൊടുക്കാതിരിക്കുക എന്നല്ല, അല്ലേ? അയാളിപ്പോൾ ഒക്കെ 5,000 ഞാനിപ്പോൾ എങ്ങനെ 10,000 കൊടുക്കാതിരിക്കുക അല്ല. ഈമാനൻ വഹ്തിസാബൻ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അടിയുറച്ച വിശ്വാസം, ഇതുമൂലം ഞാൻ ഈ ചില്ലിക്കാശാണ് കൊടുത്തെങ്കിലും അതുമൂലം എനിക്ക് അള്ളാഹു സ്വർഗം തരും, അതുമൂലം നരകത്തിൽ നിന്ന് അള്ളാഹു എന്നെ അകറ്റും എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഏതേത് കർമ്മം ചെയ്യുമ്പോഴും നാം അത് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഏതാവുക? ലൈലത്തുൽ ഖദറിൻ്റെ ഒരു പ്രവർത്തനം യഥാർത്ഥ പ്രവർത്തനമാവുന്നത്. അല്ലെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനെ അവിടെ പള്ളിയിൽ ഭയങ്കര തിരക്കാ, അല്ലേ? ആൾ കൂട്ടമാണ്, അവിടെ അടിക്കാൻ വയ്യ, ഞാൻ ആ പള്ളിക്കേ പോയിന് എന്നൊക്കെ അവിടെ പറയാം നമ്മൾ. യഥാർത്ഥത്തിൽ ആ പള്ളിയിൽ പോയോ ഈ പള്ളിയിൽ പോയോ നമ്മൾ വീട്ടിൽ നിസ്കരിച്ചോ എന്നൊന്നല്ല പ്രശ്നം. മറിച്ച് അവിടെ നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള സത്യവിശ്വാസവും ഇഹ്തിസാബും എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് കൂലിയിട്ട. ഇനി റമദാനിൽ മാത്രമല്ല ഖിയാമുൽ ലൈലുള്ളത്, എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഒന്ന് കടന്നുറങ്ങി പിന്നെ അത്തായ സമയത്ത് ഒന്ന് എണീച്ചൊരു തഹജ്ജുദ് നിസ്കരിച്ചാൽ അവിടെ നമുക്കുണ്ടാവേണ്ട ബോധം ഈ ഈമാനൻ വഹ്തിസാബൻ എന്നതായിരിക്കും. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ഇങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി ഇഹ്തിസാബോടു കൂടി നമ്മൾ ആ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദ്ർ ഒരൊറ്റ നമസ്കാരം, ഒരു പ്രവർത്തനം ചെയ്താൽ ഒരു ആയുഷ്കാലം മുഴുവൻ ചെയ്ത പ്രവർത്തനത്തെക്കാൾ ഉത്തമമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാനുള്ള കാരണത. അല്ല അപ്പം നമ്മളൊക്കെ അതിലോട്ട് പങ്കെടുത്തു കിട്ടിക്കോണമെന്നില്ല. അപ്പം ആദ്യം നമ്മൾ എന്ത് വേണം? വിശ്വാസം റെഡിയാക്കണം. രണ്ടാമത്തത് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം ഒരു അമല് ചെയ്യണം. ഏത് അമലും, അല്ലേ? ആ രൂപത്തിലായിരിക്കണം നമ്മളത് ചെയ്യണം. ആളുകളൊക്കെ ചെയ്യുന്നു എന്നതല്ല അതിൻ്റെ ഇത് എന്നുള്ളത്. അതുകൊണ്ടാണ് അന്ന് രാത്രി പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ പ്രവർത്തനം മൂലം അള്ളാഹു അവൻ എന്തെങ്കിലും കണക്കാക്കിയിട്ടുണ്ട്, ഖൈർ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ കണക്കാക്കുന്ന ദിവസമാണ്. അതേപോലെ തന്നെ അന്ന് നേരം പുലരോളം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ് ആ രാവ് എന്നൊക്കെ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം ഈ രാവിൻ്റെ ഉത്തമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് മതി അല്ലേ? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.